കടൽ പോരാളിയുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വളരെ ദുരിതം അനുഭവിച്ച് കടലിനോട് മല്ലിട്ട് മത്സ്യബന്ധനം നടത്തുന്ന മത്സ്യത്തൊഴിലാളികൾക്കൊരു വിലങ്ങുതടി ആകരുത് കഴിഞ്ഞ ദിവസം അഴീക്കോട് നടന്ന മത്സ്യലേലം വിളിയുടെ വീഡിയോകൾ. ഞാനും അതുപോലുള്ള ഒരുപാട് ബ്ലോഗർമാരും ആ വീഡിയോ ചെയ്തിട്ടുണ്ടായി. മത്സ്യത്തൊഴിലാളികൾ പണിക്ക് പോയി കഞ്ഞിക്കിട്ട വെള്ളത്തിൽ കുളിക്കുന്ന അവസ്ഥ ഉണ്ട്. എൻ്റെ ഫോളോവേഴ്സ് അതുപോലെ എൻ്റെ കൂട്ടുകാരന്മാരും എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മത്സ്യത്തൊഴിലാളിയുടെ ഒരു സീസൺ എന്ന് പറയുന്നത് നമ്മുടെ ഇടവം 1 മുതലാണ്. മാറ്റക്കയറ്റം കഴിഞ്ഞ ഇടവം 1 മുതൽ. പക്ഷേ മത്സ്യത്തൊഴിലാളികൾക്ക് സീസൺ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഇടവം 1 സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ഒരു ജൂൺ ജൂലൈ ലാസ്റ്റോടെ മാത്രമേ മത്സ്യ ലഭ്യതയുടെ അളവ് വർദ്ധിക്കുകയുള്ളൂ. കഴിഞ്ഞ ദിവസം അഴീക്കോട് നടന്ന വൻ ലേലം വിളിയുടെ മത്തി ലേലം വിളിയുടെ വീഡിയോയുമായി ബന്ധപ്പെട്ട് നമ്മുടെ അഴീക്കോടത്തെ മത്സ്യത്തൊഴിലാളി സുഹൃത്തുക്കളുടെയും അതുപോലെ മത്സ്യത്തൊഴിലാളി യൂണിയൻ നേതാക്കന്മാരുടെയും സാമൂഹിക പ്രവർത്തകരുടെയും അഭിപ്രായം കൂടി മാനിച്ചാണ് ഈ വീഡിയോ ഇവിടെ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മത്സ്യത്തൊഴിലാളി പണിക്ക് പോയിട്ട് 46 ലക്ഷം കിട്ടിയ ഒരു വള്ളത്തിൽ ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന വ്യക്തിക്ക് എന്ത് കിട്ടിയെന്ന് എൻ്റെ കൂട്ടുകാരന്മാർക്ക് അറിയാം. അപ്പോൾ ഒരുപാട് എമൗണ്ടുകൾ കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലേക്ക് നമ്മുടെ കൂട്ടുകാരന്മാർക്കൊക്കെ ചിലപ്പോൾ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരിക്കും. ഒന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, 47 ലക്ഷം കിട്ടിയ ആ വള്ളത്തിൽ നിന്നും എത്രത്തോളം ആ തുകയിൽ നിന്നും കുറയുന്നുണ്ട് എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. ഈ ലേലം വിളിച്ചെടുത്ത തുകയുടെ 20% തന്നെ അവർക്ക് നേർക്ക് കുറയും ആ എമൗണ്ട്. കൂടാതെ മത്സ്യത്തൊഴിലാളികൾ അത് വിളിച്ച എമൗണ്ടിൻ്റെ കമ്മീഷൻ കൊടുക്കേണ്ട വരും തിരകന്മാർക്ക്. അതുകൂടാതെ ഇവർ മേടിച്ചിട്ടുള്ള മേൽത്തരകുകൾ ഉണ്ട്. മേൽത്തരകൾ എന്ന് പറയുന്നത് ഇവർക്ക് മെയിൻ്റനൻസ് സമയത്ത് ഒരുപാട് പൈസ ചിലവുകൾ വരും. അപ്പോൾ പുറത്തുനിന്ന് കിട്ടാത്ത അവസ്ഥ വരുന്നുണ്ടാകുമ്പോൾ ഇവർ ഈ തിരകന്മാരിൽ നിന്നും മേടിച്ച് ഈ മെയിൻ്റനൻസ് നടത്തും. അപ്പോൾ വരുന്ന ചിലവുകൾ ഉണ്ട്. ആ ചിലവുകളുടെ ഒരു നിശ്ചിത കമ്മീഷൻ പോവും. അതെല്ലാം കഴിച്ചിട്ട് ഏകദേശം 30-35% തുക അതിൽ കുറച്ചിട്ട് മാത്രമേ മത്സ്യത്തൊഴിലാളിയുടെ കയ്യിലേക്ക് കിട്ടുകയുള്ളൂ. ഈ പറഞ്ഞ തുകയിൽ നിന്നും 35% കുറച്ച തുകയിൽ നിന്നും പിന്നീട് എന്തോരം ചിലവുകൾ പോകുന്നുണ്ടെന്ന് കൂട്ടുകാർക്ക് അറിയാം. എല്ലാവരുടെയും സംശയം കേട്ടോ ഞാനീ പറയുന്നത്. അതിൽ നിന്ന് പോകുന്നതാണ് ഇന്ധന ചിലവുകൾ പോവും. ഡീസലിനൊക്കെ ഇപ്പോൾ നല്ല വിലയൊന്നും എല്ലാവർക്കും അറിയാലോ. മണ്ണെണ്ണ വേണം, അതുപോലെ റേഷൻ വേണം, ചോറ് വെക്കാൻ എടുക്കുന്ന വെള്ളത്തിന് പൈസ കൊടുക്കണം, വള്ളം കെട്ടണോടത്ത് പൈസ കൊടുക്കണം, പിന്നെ അല്ലറ ചില്ലറ ചിലവുകൾ വേറെ പോവും. ഇതെല്ലാം കഴിച്ചിട്ട് പിന്നെ ഒരു എമൗണ്ട് തുക ഉണ്ടാവും. ആ തുകയിൽ നിന്നും വള്ളത്തിൻ്റെ ഓണർക്ക് ഒരു നിശ്ചിത ശതമാനം പോകും. ബാക്കി വരുന്ന തുകയിൽ നിന്നും ഒരു 50-60 അല്ലെങ്കിൽ 60-70 തൊഴിലാളികളൊരു വള്ളത്തിൽ, 70 ഒരു വള്ളത്തിൽ ഉദ്ദേശം 75 പങ്കോളം ഷെയറോളം മാറ്റേണ്ടി വരും. അതായത് അവർക്ക് കിട്ടുന്ന ലാസ്റ്റ് കിട്ടുന്ന എമൗണ്ട് 75 ആക്കി വീതിക്കണം. അതിൽ നിന്ന് ഒരു ഷെയറായിരിക്കും ഒരാൾക്ക് കിട്ടുക. അപ്പോൾ നിങ്ങളായ ഒരു കണക്ക് വെച്ചിട്ട് ഈ 47 ലക്ഷം കിട്ടിയ ഒരു വള്ളത്തിന് എന്ത് കിട്ടിയിട്ടുണ്ടാവും? വള്ളത്തിനല്ല, വള്ളത്തിലെ മത്സ്യത്തൊഴിലാളിക്ക് എന്ത് കിട്ടിയിട്ടുണ്ടാവും? വളരെ ഒരു ചെറിയൊരു എമൗണ്ട് ആയിരിക്കും. നമ്മൾ 46 ലക്ഷം അത് കേട്ടെങ്കിലും മത്സ്യത്തൊഴിലാളിക്ക് കിട്ടുന്ന എമൗണ്ട് വളരെ കുറവായിരിക്കും.
അപ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി പറയാനുള്ളതേ, ഈ 47 ലക്ഷം കിട്ടിയ വള്ളത്തിന് പിന്നീടുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടാവും. അഴീക്കോട് നിന്ന് ഏകദേശം 50-60 വലിയ വള്ളങ്ങളും 20ഓളം ചെറിയ വള്ളങ്ങളും പണിക്ക് പോകുന്നുണ്ട്. ഇതിൽ പോകുന്ന വള്ളങ്ങൾക്ക് വളരെ വിരലിലെണ്ണാവുന്ന വള്ളങ്ങൾക്ക് മാത്രമേ ഇപ്പോൾ മത്സ്യം കിട്ടുന്നുള്ളൂ. ഒരാൾക്ക് ഇന്ന് കിട്ടിയ അടുത്ത ആൾക്ക് പിറ്റേ ദിവസം കിട്ടും. പലർക്കും പല ദിവസങ്ങളിൽ എന്തെങ്കിലും കിട്ടും. അപ്പോൾ ഈ പറയുന്ന ഒരു വർഷത്തിൽ 4 മാസം മാത്രമേ പണിക്ക് പോകുന്നുള്ളൂ. ബാക്കി 8 മാസക്കാലം പട്ടിണിയിലും പരുവയിലും പഞ്ഞത്തിലായിരിക്കും, ദാരിദ്ര്യത്തിലായിരിക്കും. ഈ ദാരിദ്ര്യത്തിൻ്റെ സമയത്ത് ഇവർ പല രീതിയിലും പല ഭാഗത്തുനിന്നും കടങ്ങളൊക്കെ മേടിച്ച് കൂട്ടും. ആ കടങ്ങളൊക്കെ തീർക്കുന്നതാണ് ഈ 3 മാസത്തെ ചാകരക്കോള്. പക്ഷെ പൂർണ്ണമായിട്ട് വീട്ടൊന്നും പറയാൻ പറ്റില്ല, തീരുമില്ല, തീർക്കാനുള്ള എമൗണ്ട് കിട്ടില്ല. ചിലപ്പോൾ ഒരു കടം വിടാത്ത സമയത്തുണ്ടാവും. നമ്മൾ കേട്ടില്ലേ വീടിലൊക്കെ ജപ്തി ചെയ്യണമെന്നൊക്കെ, അതിൻ്റെ സംഭവം പൂർണ്ണമായിട്ട് വിടില്ല. ചില നമ്മൾ പറയുക സമയമനുസരിച്ച് അവർക്ക് മത്സ്യം കിട്ടും, അങ്ങനെയുണ്ട്. പിന്നെ കൂട്ടുകാരന്മാരുടെ ഒരു സംശയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മത്സ്യത്തൊഴിലാളികൾക്ക് ഒരുപാട് ആനുകൂല്യങ്ങൾ കിട്ടുന്നില്ലേ, അതൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കുറയില്ലേ എന്നൊക്കെ ചോദിക്കുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് എന്ത് ആനുകൂല്യം കിട്ടുന്നു? നമ്മൾ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും പറയുമോ മത്സ്യത്തൊഴിലാളികൾക്ക് കിട്ടുന്ന ആനുകൂല്യത്തെ ഒരു ആനുകൂല്യത്തെക്കുറിച്ച് പറയുമോ? കിട്ടും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ വർഷമല്ല അതിന് മുമ്പത്തെ വർഷങ്ങളിൽ ന്യൂനമർദ്ദം വന്നപ്പോൾ ഇത്ര ദിവസം വിലക്കുണ്ടായിരുന്ന സമയത്ത് 200 രൂപ വെച്ച് കൊടുത്തു. 1000 രൂപ എനിക്കും കിട്ടിയെന്ന് തോന്നുന്നു കേട്ടോ. 1200 രൂപ കണ്ട് എനിക്കും കിട്ടിയെന്ന് തോന്നുന്നു. അങ്ങനെയുള്ളൊരു ചെറിയൊരു ഇത് കിട്ടും. പിന്നല്ലാതെ എന്ത് സഹായം? പിന്നെ നമ്മൾ ക്ഷേമനിധിയിൽ പൈസ അടക്കുന്നുണ്ട്. അതുപോലെ സമ്പാദ്യ സമാശ്വാസ പദ്ധതി എന്ന് പറഞ്ഞിട്ട് 3 പ്രാവശ്യം 500 വെച്ചിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ആനുകൂല്യം എന്ന് പറയുന്ന വാരിക്കോരി തരുന്നൊന്നുമില്ല, ആനുകൂല്യങ്ങൾ വാരിക്കോരി തരുന്നൊന്നുമില്ല. അപ്പോൾ അത് സംശയമുണ്ട്, വലിയൊരു സംശയമാണ്. ആനുകൂല്യങ്ങൾ നേടിയെടുക്കുന്നില്ലേ, എന്താനുകൂല്യങ്ങളെന്നാണ് പറയുന്നത്? അത് പോട്ടെ, അതിനെക്കുറിച്ച് വിടാം, മറ്റുള്ള രീതിയിലേക്കൊന്നും പോകും. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള ഒരുപാട് സംശയങ്ങൾ നമ്മുടെ കൂട്ടുകാരന്മാർക്കുണ്ട്. അതൊക്കെ നമുക്ക് ഇല്ലാതാവണം, സംശയങ്ങളൊക്കെ ഇല്ലാതാവണം. മത്സ്യത്തൊഴിലാളി സമൂഹം എങ്ങനെയൊക്കെ ജീവിക്കുന്ന എല്ലാവർക്കും അറിയണ്ടേ. നമ്മൾ ആ വീഡിയോ കടലിൽ പോയി പണിയെടുക്കുന്ന വീഡിയോകൾ മാത്രമല്ലല്ലോ, അതിൻ്റെ പുറകിൽ അതിൻ്റെ ശേഷം വരുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പം നിങ്ങൾ ഞാനീ പറഞ്ഞത് നിങ്ങൾക്ക് എല്ലാവരും കുറച്ചൊക്കെ ബോധ്യമായിട്ടുണ്ടാവും. പക്ഷേ എനിക്ക് പറയുന്നതിനൊരു പരിധി ഉണ്ട്. എങ്ങനെയൊക്കെയാണെന്ന് കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ വരുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. പൂർണ്ണമായിട്ടൊന്നും എനിക്കൊന്നും ഇങ്ങനെ പറയാൻ നമുക്ക് കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ മനസ്സിലാക്കുക, മത്സ്യത്തൊഴിലാളി 3 മാസക്കാലം മാത്രമേ പണിക്ക് പോയിട്ട് കിട്ടുന്നുള്ളൂ, ബാക്കിയൊക്കെ പട്ടിണിയിലാണ്. പിന്നെ വേറൊരു സംശയം, നിങ്ങളിങ്ങനെ വീഡിയോ ഇട്ട് കഴിഞ്ഞാലൊക്കെ ടാക്സുമായി പെട്ട അങ്ങനെയുള്ളൊരു സംഭവത്തിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അത് അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു സംഭവങ്ങൾ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഉണ്ടാവാതിരിക്കട്ടെ. ഉണ്ടായി കഴിഞ്ഞാൽ മത്സ്യത്തൊഴിലാളി വീണ്ടും തകർച്ചയിലേട്ട് പോവുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളെ സംശയങ്ങളൊക്കെ ഏകദേശമൊക്കെ മാറിയെന്നൊക്കെ എനിക്ക് തോന്നുന്നു. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മാറുമെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം കേട്ടോ, കമൻ്റായിട്ട് ചോദിക്കാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോസൊക്കെ മറ്റുള്ളവരെ ഒന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. നിങ്ങളെ സ്നേഹങ്ങളും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവുക. ഞാനൊരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, കിട്ടുന്ന ഒരു എമൗണ്ടിൻ്റെ എത്ര പോകുന്നു. അപ്പോൾ ഈ വീഡിയോ ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളൊക്കെ നിങ്ങൾ പറയുക, ചോദിക്കുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക, നിങ്ങളുടെ സ്നേഹപ്രകടനങ്ങൾ ഉണ്ടാവുക, എല്ലാത്തിനും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ വീണ്ടും കാണാം.